പുതിയൊരു ഗസ്റ്റ് പേഴ്സണായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഈ ആളാണ്. അപ്പോൾ ഇയാൾ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇയാളെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും എല്ലാവരും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് ഗസ്റ്റ് പേഴ്സൺ. ഇതാണ് ആള്, അറിയോ? ഇത് ആറാട്ട്. ആറാട്ട് ഫുൾ നെയിം എനിക്കറിയില്ല, അറിയട്ടോ. ആറാട്ടണ്ണൻ. അപ്പൊ ആളൊക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, ഇടയ്ക്ക് കാണാറൊക്കെ ഉണ്ട്. പുള്ളിയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? എന്താ വീഡിയോസ് കാണുമ്പോ തോന്നാറ്? വെറുപ്പീരാണെന്ന് തോന്നാറുണ്ട്. കുഴപ്പമില്ല. ആളുടെ ശരിക്കത്തെ പേര് അറിയോ? സന്തോഷ് വർക്കി എന്ന ശരിക്കത്തെ പേര്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ആ പേര്? ആറാട്ടണ്ണൻ എന്നുള്ളൊരു ലേബിളാണ്. അപ്പൊ ആദ്യം ആ പുള്ളി ഫേമസ് ആയത് ആറാട്ട് എന്ന് പറഞ്ഞ മൂവിന്നാണല്ലോ. അപ്പൊ ആ മൂവിത്തെ ആ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? അതൊന്നും കണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ കൊറേ ട്രോളൊക്കെ വന്നപ്പോഴല്ലേ കണ്ടേക്കുന്നത്. ഇതാണ് ആള്. കണ്ടപ്പോ തന്നെ മനസ്സിലായില്ല ആറാട്ടണ്ണ. പുള്ളിയുടെ എങ്ങനെയാണ് ആദ്യമായിട്ട് കാണുന്നത്? ആ ആറാട്ടണ്ണ എന്നുള്ള ആ പേര് വന്ന വീഡിയോ ആണ് കണ്ടേ? കണ്ടിട്ടില്ല, പക്ഷേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ട്രോളായിട്ടാണ്. പുള്ളിയെ പറ്റി എന്താ അഭിപ്രായം? നൈസാണ്, അടിപൊളിയായിട്ട് തോന്നാറ്. എന്താ തോന്നാറ്? അല്ലാതെ കുറച്ച് ഓവർ. ഇടയ്ക്ക് ഓരോ വീഡിയോ കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ടോ? ഞാൻ അങ്ങനെ ആളുടെ ഫാൻ അല്ല, ആളുടെ വീഡിയോസ് അങ്ങനെ കണ്ടിട്ടുമില്ല, പക്ഷേ ഓവറായിട്ടാണ് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. അപ്പൊ പുള്ളി ശരിക്കും പേരെന്താണെന്ന് അറിയാം? അറിയില്ല. ആറാട്ടണ്ണ എന്നുള്ള പേരാണ് ഏറ്റവും നന്നായി അറിയുന്നല്ലേ. സന്തോഷ് വർക്കി എന്നാണ് ആദ്യമായിട്ട് പേര് കേൾക്കണ. സന്തോഷ് വർക്കി എന്നുള്ള പേര് ആദ്യമായിട്ടല്ല കേൾക്കണത്. ആറാട്ടണ്ണ എന്നുള്ള ഒരു ലേബലാണ് എല്ലാം അറിയപ്പെടുന്നത്. ഇതാണ് ആള്. ഇത് മറ്റേ പുള്ളിയല്ലേ? ആറാട്ടണ്ണൻ. കണ്ടപ്പോ തന്നെ മനസ്സിലായി ആറാട്ടണ്ണ. ആളെ ശരിക്കും പേര് അറിയോ? സന്തോഷ് വർക്കി അങ്ങനെ ശരിക്കും പേര് അറിയാല്ലേ? അപ്പൊ ഏറ്റവും കൂടുതൽ ആളുടെ ഇതിൽ എന്താ കണ്ടേക്കണ? വീഡിയോസ് ആണോ, മൂവി റിവ്യൂസ് ആണോ, ട്രോളുകളാണോ? നമ്മളിപ്പം ഒബ്വിയസ്ലി യൂട്യൂബിൽ ഇപ്പം ഈ റിവ്യൂസ് കാണുന്നതിൽ ആദ്യം തന്നെ ഇപ്പം നമ്മൾ ഇവിടുത്തെ തിയേറ്റർ നോക്കി കഴിഞ്ഞിട്ടുണ്ട്. പുള്ളി എവിടെ അങ്ങനെ കാണാറുണ്ട്. പുള്ളിയുടെ ഫസ്റ്റ് ഫേമസ് ആയ ആറാട്ടണ്ണൻ എന്നുള്ള ആ പേര് വരാനുള്ള കാരണമായ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടോ? എന്താ അഭിപ്രായം പുള്ളിനെ പറ്റി? പുള്ളിയുടെ അഭിപ്രായം പറയുന്നത് അയാൾക്ക് നമ്മൾ പറയല്ലോ, ഫ്രീഡം ഓഫ് സ്പീച്ച് അത്ര ഉള്ളൂ. അതൊന്നുമില്ല, അയാളുടെ ഇതിൽ ജീവിക്കുന്നു. നമ്മളങ്ങനെ വേറെ പറയേണ്ട ആവശ്യമില്ല. ട്രോളൊക്കെ കാണാറുണ്ടോ പുള്ളി? അത്യാവശ്യം കാണാറുണ്ട്. ആളെ കാണുന്നില്ല. ഇതാണ് ആള്. കണ്ടിട്ടുണ്ടോ ആളെ? ആരാന്നറിയോ? പേരറിയോ? ആറാട്ടണ്ണൻ. കണ്ടപ്പോ തന്നെ മനസ്സിലായി. ആളുടെ ശരിക്കത്തെ പേരറിയോ? അറിയത്തില്ല. ശരിക്കത്തെ പേര് കേട്ടിട്ടൊന്നുമില്ല. സന്തോഷ് വർക്കി എന്നാണ് ശരിക്കത്തെ പേര്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ആളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? ട്രോളോ അങ്ങനെയൊക്കെ കാണാറുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് ആളെ കണ്ടുപരിചയം? ട്രോൾ പേജ് ആണ് അത്. അങ്ങനെ ചുമ്മാ സ്ക്രോൾ ചെയ്യുമ്പോ ട്രോൾ പേജ് ആണ്. അപ്പൊ അതൊക്കെ കാണുമ്പോ എന്താ ആളുടെ പറ്റിയിട്ട് അഭിപ്രായം എന്താ? ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതാണ് ആള്. ട്രോളണ്ണൻ. ഏതിലും ഫസ്റ്റ് ആയിട്ട് കാണുന്നത്? എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ, ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ്. ട്രോളണ്ണൻ എന്നല്ല വേറൊരു പേര് കൂടിയുണ്ട്, ഭയങ്കര ഫേമസ് ആ ഒരു പേരിലോട്. എനിക്ക് ഓർമ്മയുണ്ട്. ശരിക്കും പേരറിയോ? സന്തോഷ് വർക്കി. ആളുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഞാൻ പൊതുവെ അത്തരം വീഡിയോസ് കാണുന്ന ഒരു കൂട്ടത്തിലല്ല, എന്നാൽ പോലും ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ടാവും. പുള്ളിനെ പറ്റിയ അഭിപ്രായം എന്നല്ല, അതെല്ലാം ഓരോരുത്തരുടെ ഓരോ ഒപ്പീനിയൻ ആണ്. പെർസ്പെക്റ്റീവ് പലരുടെയും പലതാണ്. അപ്പോൾ എല്ലാവരും അവരവരുടെ കാര്യം നോക്കി നടന്നാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ബട്ട് എനിക്ക് തോന്നുന്ന ആള് കുറച്ചും കൂടെ മീഡിയ അല്ലെങ്കിൽ ഫിലിം റിലേറ്റ് ചെയ്ത് സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാന്ന് തോന്നുന്നു. അതെ, അത്ര. ആക്ച്വലി എനിക്ക് തോന്നുന്നു മീഡിയ അല്ലെങ്കിൽ ഫിലിമിന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അത്. ഇതുപോലെ ഒരു ട്രോൾ ഗ്രൂപ്പുകൾ തന്നെയാണ് ഫിലിം അല്ലെങ്കിൽ നമ്മുടെ പോലെ ആൾക്കാർക്ക് ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണത്. ബാക്കി ആൾക്കാരൊക്കെ ഒരു എനിക്ക് തോന്നുന്നു സെലിബ്രിറ്റീസ് ഒക്കെ അത്രയും കാര്യമാക്കാത്തത് അവർക്ക് വേറെ രീതിയിലൊരു മാർക്കറ്റിംഗ് വില കൊടുക്കണ്ടല്ലോ, അതായിരിക്കും. അതെ. ഇതാണ് ആള്. കണ്ടിട്ടുണ്ടോ? ആറാട്ടണ്ണൻ. കണ്ടിട്ടുണ്ടോ? ആറാട്ടണ്ണൻ എവിടെയാ ഏറ്റവും കൂടുതൽ കണ്ടേക്കുന്നത്? ഇൻസ്റ്റാഗ്രാമില്. മൂവി റിവ്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല. ആളെ പറ്റിട്ട് എന്താ അഭിപ്രായം? അങ്ങനെയൊന്നുമില്ല. നമ്മള് ഒരാളെ പറ്റി അഭിപ്രായം പറയേണ്ട കാര്യമില്ല. അറിയില്ല, പേഴ്സണലി അറിയില്ല.
ഈ ഇൻസ്റ്റയിൽ കണ്ട റീൽസ് മാത്രം വെച്ചിട്ട് ഒരാളെ പറ്റി അഭിപ്രായം പറയാൻ പറ്റില്ല. ആളുടെ ശരിക്കും പേര് അറിയില്ല. അറിയില്ല. ശരിക്കും പേര് അറിയില്ല. ആറാട്ടെണ്ണം എന്ന് പറയുമ്പോഴാണ് അറിയാം. ആ വീഡിയോ ഒക്കെ കണ്ടായിരുന്നോ? ആ ഫസ്റ്റ് ആളുടെ ശരിക്കും പേരാണ് സന്തോഷ് വർക്കി. ആ ഒരു പേര് പരിചയമില്ല. ആറാട്ടെണ്ണം എന്ന് പറയുമ്പോ പെട്ടെന്ന് മനസ്സിലാവല്ലേ? ഓ, ആക്റ്റീവായോട് മനസ്സിലാവും. ഇതാണ് ആള്. അറിയില്ല, എവിടെയും കണ്ടിട്ടില്ല. ചിലപ്പോ പേര് പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. പേര് പറയട്ടെ ആളുടെ. ആറാട്ടെണ്ണം എന്ന് കേട്ടിട്ടുണ്ടോ? അറിയാം. ആറാട്ടെണ്ണം എന്ന് കേട്ടിട്ട് ഇയാളെ അറിയോ? ആറാട്ടെണ്ണം കേട്ടിട്ടില്ലേ? എന്താ കേട്ടേക്കണം ആറാട്ടെണ്ണം? മറ്റൊരു വിവാദം എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. മൂവി റിവ്യൂ ഒക്കെ ചെയ്തിട്ട് കുറച്ച് കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കിയ ഒരാളാണ്. മൂവി കാണാറില്ല. ആ, അതായിരിക്കും മേബിയാണ്. ഇൻസ്റ്റാഗ്രാം ഒക്കെ യൂസ് ചെയ്യാറില്ല. ട്രോളൊന്നും കണ്ടിട്ടില്ലേ? ഇല്ല, ഞാൻ ഈ കുറച്ചിടയ്ക്കായിട്ടാണ് നല്ല ആക്റ്റീവായത്. എങ്ങനെ ആദ്യം അറിയണം? ഇൻസ്റ്റാഗ്രാം വഴിയാണ്? ഞാൻ ട്രോൾ കണ്ടിട്ടല്ല ആദ്യമായിട്ട് അറിയണം. ഓക്കെ, ഇതാണ് ആള്. കണ്ടിട്ടുണ്ടല്ലേ? നല്ല മുഖപരിചയുണ്ട്. പേര് കിട്ടുന്നില്ല അല്ലേ? നമ്മുടെ ലാലേട്ടന്റെ ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട പേര്. അറിയായിരുന്നു. മറ്റേ എന്തുവായിരുന്നു ആ വെച്ചിട്ടല്ലേ ഫസ്റ്റ്? എനിക്ക് പുള്ളി അറിയാം. അറിയാം. പേര് അറിയാം. പരിചയം കേട്ടിട്ടുണ്ടോന്നറിയോ? ആറാട്ടെണ്ണം അതന്നെ. അത് കിട്ടിയില്ലല്ലേ പെട്ടെന്ന്? ശരിക്കും പേര് അറിയാണ്ടേ? ഇല്ല. സന്തോഷ് വർക്കി എന്നാ പേര്. അപ്പൊ ആളെ പറ്റിട്ട് എന്താ അഭിപ്രായം? വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. ട്രോൾ വീഡിയോ ഒക്കെ കാണാറുണ്ട്. അപ്പൊ എന്താ തോന്നാറ്? അടിപൊളിയാന്ന് തോന്നാറുണ്ടോ? ചുമ്മാ കാണുന്ന